Hi, welcome back to my channel. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ കുക്കിംഗ് തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. തരി കാച്ചിയത് എന്നൊക്കെ പറയും. നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് മലബാറിലൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു തരിക്കഞ്ഞിയാണ്. ഈ തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് സെയിം ക്വാണ്ടിറ്റി വെള്ളവും പാലും എടുക്കാം. പാലും വെള്ളവും കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഒന്ന് കാച്ചി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ കാച്ചുന്നത് അതിലേക്ക് ഇത് രണ്ടും ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇതിലോട്ട് റവ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് റവയാണ്. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് പാല്. അപ്പോൾ ഇതിലോട്ട് ഞാൻ റവ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റവ എടുക്കുന്നത് ഞാനൊരു 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ എടുത്ത കപ്പിൻ്റെ 1/4 കപ്പ് റവ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാൻ നോക്കണം, കരിഞ്ഞു പോകും ചിലപ്പോൾ. അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് റവ പെട്ടെന്ന് തന്നെ വേവുന്നതാണ്. അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇത്തിരി കട്ടിയാവും. കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക പൊടിച്ച് ചേർക്കുന്നത്. ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് പോകണ്ട കേട്ടോ. അപ്പോൾ ശരിക്കും ഈ തരിക്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഇത്തിരി ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ എൻ്റെത് ഇപ്പോൾ ഇത്തിരി കട്ടിയായി പോയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലല്ല ഞാൻ ചേർക്കുന്നത്. കൂടുതൽ പാലാകുമ്പോൾ അതിനൊരു പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ തരിക്കഞ്ഞി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പായസത്തിൻ്റെ ഫ്ലേവർ അല്ല. അതുകൊണ്ടാണ് വെള്ളം കൂടുതൽ ചേർത്താൽ മതി, പാല് കുറച്ച് മതി എന്ന് പറഞ്ഞത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പാല് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ തന്നെ ചേർക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും മധുരം എത്ര വേണോ അതിനനുസരിച്ച് ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പായസത്തിൻ്റെ അത്ര മധുരമൊന്നും വേണ്ട. തരിക്കഞ്ഞി എന്ന് പറയുമ്പം ഒരു ലൈറ്റ് ആയിട്ടുള്ള മധുരമാണ് സാധാരണ ഇടാറുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ അതിൻ്റെ ആ മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് ആ തരിക്കഞ്ഞിയുടെ ശരിക്കുള്ള ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ 2-3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി നമ്മൾ വട്ടത്തിന് അരിഞ്ഞെടുക്കണം. ഇത് ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റവക്കഞ്ഞിയുടെ അതായത് ഈ തരിക്കഞ്ഞിയുടെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ഈ ഒരു ഉള്ളി വറുത്തിടുന്നതാണ് കേട്ടോ. നമ്മൾ പായസത്തിൽ നിന്ന് ഉള്ളി വറുത്തിടാറില്ലല്ലോ. പക്ഷേ ഈ ഇതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പായസമല്ല എന്ന് പ്രത്യേകം പറഞ്ഞത്. ഈ ഒരു തരിക്കഞ്ഞിയിൽ ഈ ഉള്ളിയാണ് വറുത്തിടുന്നത്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക്. പിന്നെ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ വേണമെങ്കിൽ വറുത്തിടാം. പക്ഷെ നമ്മൾ സാധാരണയായിട്ട് വെക്കുമ്പോൾ അങ്ങനെ ഇടാറില്ല. അപ്പോൾ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് പോലെ തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാനിത് വറുത്തിടാനായിട്ട് ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ചൂടാകുമ്പോഴത്തേക്കും നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലോട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ നിറാവുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ വേണമെന്നുള്ളവർക്ക് അതും കൂടെ വറുത്തെടുക്കാം. നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ തരിക്കഞ്ഞി നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തരിക്കഞ്ഞിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.